ആ എന്തായി മോനെ കാര്യം? എന്താവാൻ, ആ കല്യാണക്കാരും മുടങ്ങി. അള്ളോ, ഇനിയിപ്പോ എന്താ ചെയ്യ? എന്ത് ചെയ്യാൻ, ഓൾഡ് ആ ഒടുക്കത്തെ തീറ്റയും കൂടിയും തടിയും തന്നെ ഇതന്നെയല്ലേ പ്രശ്നം. എന്താ ഓളെവിടെ? ഓളകത്തുണ്ട്, എന്താ കഴിക്കാം? ആ, ഈ കഴിക്കൽ തന്നെ ഉള്ളൂ. കൊടുക്കാൻ ഞാൻ പോ. തിന്നോ 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 തിന്നോ. നമുക്കിപ്പോ എത്ര വയസ്സായി? ഏ, അവിടെ വെക്കല്ലേ, അത് വെക്കല്ലേ, അത് താഴത്ത് വെക്കരുത്. തിന്നണ സാധനല്ലേ, അത് കയ്യിൽ വെച്ചോ, കയ്യിൽ വെച്ചോ. പറ, എത്ര വയസ്സായി ഇപ്പൊ അനക്ക്? 38. ഇതുവരെ എന്നെ ഒരാൾ കല്യാണം കഴിച്ചോണ്ടാവാൻ വേണ്ടി വന്നിട്ടുണ്ടാ? വന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഓക്കെ ആയിട്ടുണ്ടാ? ഉണ്ടാ? എന്താ കാര്യം? എന്താ ഏ എന്താ കാര്യം ഓർമ്മ ഉണ്ടാ? ഈ വീപ്പക്കുറ്റി പോലത്തെ തടി അല്ലേ? ഇതിങ്ങനെ പോത്ത് പോലെ ആക്കി എടുക്ക. എന്തോരം പാടുപെടുന്നുണ്ട് ഓരോ ദിവസവും. ഈ ഭക്ഷണം അന്നം കയ്യിൽ നിന്ന് ഇറക്കിയ നേരണ്ട, ഏത് നേരത്തും അത് വെള്ളച്ചോറ്. ഇപ്പൊ വെള്ളച്ചോറല്ലേ അതിനാണ് അല്ലേ? അത് ഏത് നേരത്തും തീറ്റയും തീറ്റയും തീറ്റ തന്നെ. ഇത് മോത്ത് നോക്കാത്ത ഈ തടിച്ചു കൊഴുത്തിട്ട് ഇങ്ങനെ എന്ത് കാര്യത്തിനാണ് നീ? അനക്ക് എന്ത് ബേസ്? അനക്ക് എത്ര വയറുണ്ട്, എത്ര ആമാശയുണ്ട് അറിയാൻ ചോദിക്കാണ്. തടിച്ചിങ്ങനെ പെരുപ്പിച്ചിരിക്കുകയാണ് വീപ്പക്കുറ്റി. എന്ത് പറഞ്ഞാലും അപ്പൊ ബോഡി ഷെയ്മിങ് ചെയ്ത് അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞിട്ട് വരുമല്ലോ. ഇപ്പൊ എന്താ മുണ്ടല്ലേ, വായലാവില്ലേ? ഇപ്പൊ ഇന്ന് രാവിലെ ചായയും കടിയും കഴിച്ചതിന്റെ ശേഷം ഇപ്പൊ ഈ വെള്ളച്ചോറ് എടുത്ത് തിന്നണത് അല്ലേ? വെറുതെ നുണ പറയരുതിട്ടാ. തിന്ന കാര്യമാണ്, നുണ പറയേണ്ട കാര്യമില്ല. അന്നെ ആരും ഇവിടുത്തെ കൊണ്ടോണ്ടേ? അന്റെ ഈ തടി കാരണം ഒരാൾക്ക് തന്നെ പറ്റണില്ല. അത് മനസ്സിലാക്ക്. പുറത്തിറങ്ങി നടക്കാൻ വയ്യ എനിക്ക്. നാട്ടുകാർ മൊത്തം ചോദിക്കണ്. ഒരു തള്ളച്ചായും വന്നിട്ടുണ്ട്, തടിച്ച് ചീർത്തിട്ട് കവളൊക്കെ തൂങ്ങി. ഇനി എന്താ ഉള്ളത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ തീറ്റല്ല, നഖം പോലും അന്നനാളാണ് അല്ലേ? എന്താ പറയാതിരിക്കാൻ എന്താ കാരണം? എന്താ ഞാൻ എന്താ പറയണ? എന്താ കുഴപ്പം? എന്താ ഏതാ അസുഖം കണക്കുള്ളത്? ഏതാ അസുഖ? PCOD. ഇതൊക്കെ ഈ വരുത്തി വെച്ചല്ലേ? തിന്ന് തിന്ന് തിന്നിട്ട് തടിച്ചിട്ട്. ഒരു പരിധി ഇല്ലേ ഒരു മനുഷ്യന് തീറ്റക്ക്? ഇല്ലേ? രാവിലെ അങ്ങോട്ട് ചായയും കടിയും കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും വെള്ളച്ചോറ് എടുത്ത് മുങ്ങും. അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ എന്തേലും സ്നാക്സും ആ ബേക്കറി ഈ ബേക്കറി തൊള്ളയെ തോന്നി ഒക്കെ തീറ്റ തന്നെ. കുറച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ്. ഒരു പരിധി വേണം ഒരു പിന്നെ ഭക്ഷണം കഴിക്കണേനൊക്കെ. ഇതിങ്ങനെ തടിച്ചു ചേർത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഇനി അതിന്റെ സൂക്കേടുകൾ ഓരോന്ന്. ഇപ്പൊ PCOD അല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ വേറെ സൂക്കേടുകൾ ഓരോന്ന് വരും. ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ജീവിത സംഭവം ഒന്നും വേണ്ടേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പോത്ത്. പൂങ്കണ്ണീര് ഇങ്ങനെ വിട്ടോ ട്ടാ, ഉപ്പും ചാക്ക് മാതിരി ആയിരിക്കണം. അതിന്റെ ഉള്ളിൽ ഒരു മാക്സി പറ്റിയത്. എന്താണ് എന്നോട് പറഞ്ഞിട്ട് കാര്യമുള്ളത്? ഈ ആൾക്കാർ പറയണുണ്ട് ഇന്ന പോലെ എന്നെ പോലെ, എനിക്കതൊന്ന് മാറ്റം വേണം. എന്റെ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. നാട്ടുകാർ കണ്ട ഒരു ബോറില്ലാത്ത തരത്തിൽ നടക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാ? എന്ത് പറഞ്ഞാലും ഇപ്പൊ ചുണ്ടു വെച്ചിട്ട് ഇങ്ങനെ വർപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. തിന്നണം ഒരു പരിധിക്ക്. അല്ലാണ്ട് ആകെ ബോറായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള ശരീരം കൊണ്ട് നടക്കുക, ദുർമേധസ്സും ഒക്കെ ആയിട്ട്. കൊഴുപ്പ് ഇങ്ങനെ കൂടിയിട്ട് മറ്റേ കൊളസ്ട്രോളും അതൊക്കെ വരും. ഇനി ഷുഗറും വരും. അതിപ്പോ ഉണ്ടോന്നുള്ള ആർക്കറിയാം? ഇതിന്റെ ഉള്ളിൽ തന്നെ ഒന്ന് മുറ്റത്ത് ഇറങ്ങിയിട്ട് നടക്കില്ല. ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താറാവ് നടക്കണ മാതിരി ഇങ്ങനെ നടക്കുക, തിന്നുക. ഒരു ചെക്കന്മാരാരെങ്കിലും ഒന്ന് കല്യാണം ആലോചിച്ചിട്ട് ഇനിയിപ്പോ രണ്ടാം കെട്ടുകാരൊക്കെ അല്ലേ ഓരോരുത്തർ വരുന്നത്. വന്നു നോക്കി അവർക്കും കൂടി പറ്റണില്ല. ഞങ്ങൾ ഇതിനെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്ന് തൊലി ഒരിഞ്ഞു പോയി ആ ബ്രോക്കർ പറഞ്ഞപ്പോ. എങ്ങനെയോ ഒരു കാര്യം കൊണ്ടുവന്നതാണ്. ഇനി ഒരു കാര്യം കൊണ്ടുവരും. നാട്ടുകാരുടെ മുമ്പിൽ കണ്ട ഇറങ്ങാൻ വയ്യ. എന്താണ് നിങ്ങൾ ആ പെണ്ണിനെ അവിടെ കെട്ടിപ്പോന്ന് എടുത്ത് വെച്ചിരിക്കുകയാണോ വെച്ചിട്ട്? ഇതാണ് അവസ്ഥ എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. ചാക്കും കുറ്റി പറഞ്ഞാലും മനസ്സിലാവില്ല.
പോത്ത്